ഹലോ കൂട്ടുകാരെ, ഇന്ന് ഞാനേ മല്ലിയില പുതിനയിലയൊക്കെ ഒരു മാസം വരെയൊക്കെ കേടുകൂടാതെ അത് എങ്ങനെ വീണ്ടും കൈകാര്യം ചെയ്യാൻ പറ്റും എന്നുള്ളൊരു വീഡിയോ ആണ് ഞാനിന്ന് ഇടാൻ പോകുന്നത്. എന്താ മല്ലിയിലയൊക്കെ നല്ലോണം കഴുകിയോ നല്ല വെള്ളമയോ ഒക്കെ മാറ്റി നല്ലൊരു ടിഷ്യൂ പേപ്പറിനകത്ത് വെച്ചിട്ടുണ്ട്. കണ്ടില്ലേ? അതേ കണക്ക് തന്നെ ഈ പുതിനയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ പുതിന ഈ മണ്ട ഇങ്ങനെ ഒടിച്ച് കുത്തി കുത്തി വെച്ചാലും ചെറിയൊരു നമ്മൾ ഐസ്ക്രീമിൻ്റെ തൈരിൻ്റെ വലിയ പാത്രം ഉണ്ടല്ലോ, അതിലോ ഒരു ചട്ടിയിലോ ഒക്കെ കുത്തി കുത്തി ഈ മണ്ട ഇങ്ങനെ കുത്തി കുത്തി വെച്ചാലും നമുക്ക് നിറച്ച് പുതിന വളർത്താം. അതുപോലെ ഒരു രണ്ടില നിർത്തിക്കൊണ്ട് ഈ തണ്ട് നമ്മൾ കുത്തി കുത്തി വെച്ചാലും നമുക്ക് എളുപ്പം നല്ല പുതിന വളർത്തിയെടുക്കാം. ഞാൻ എപ്പം പുതിന മേടിച്ചുകൊണ്ട് വന്നാലും ഞാൻ ഇതിൻ്റെ തണ്ടെല്ലാം റെഡിയാക്കി മാറ്റി വെച്ചിട്ട് ഞാൻ കുത്തി വെച്ച് എനിക്ക് ധാരാളം പുതിന ഇവിടെ തന്നെ എനിക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത് ഞാനിപ്പോൾ ഒരു കഴുകി നല്ലോണം ഒരു ടിഷ്യൂ പേപ്പറിനകത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ നേരത്തെ കൊണ്ടുവന്ന ഇതിനൊക്കെ പുതിന ഞാൻ വളർത്തിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടില്ലേ? എൻ്റെ അടുക്കളയിൽ തന്നെ ഇരിക്കുകയാണിത്. അത് ഈ ജനലിൻ്റെ അടുത്തായതുകൊണ്ട് കുറച്ച് വെയിൽ കിട്ടണം. അപ്പോൾ പുതിന കിളിച്ചിടുന്നുണ്ടോ? നമുക്കൊരു അടുക്കള നിന്നുകൊണ്ട് തന്നെ നമുക്ക് ചായ ഇടുമ്പോഴും നമുക്ക് എന്ത് സാധനം ഉണ്ടാക്കാൻ നേരത്തും നമുക്ക് അടുക്കളയിൽ വെച്ച് തന്നെ നമുക്കത് കട്ട് ചെയ്ത് നമുക്ക് ഉപയോഗപ്പെടുത്താം കേട്ടോ. പുതിനയ്ക്കെന്ന് പറഞ്ഞാൽ നല്ലൊരു ചെറിയൊരു നനവ് എപ്പോഴും വേണം. എപ്പോഴും ഇങ്ങനെ വെള്ളം ഇങ്ങനെ കുടഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ്. രാത്രിയാകുമ്പോൾ ഇവരെല്ലാം നല്ല ഉറക്കവും ആവും. ഞാൻ എപ്പോഴും ശ്രദ്ധിക്കുന്ന ഒരു കാര്യം കേട്ടോ. ഇവർ നല്ല ഉറങ്ങുന്ന ഒരു ആളാണ് കേട്ടോ. നമ്മളെ പോലെ തന്നെ രാവിലെ ആകുമ്പോൾ നല്ല ഉണർന്ന് നല്ല ഫ്രഷായിട്ട് ഇങ്ങനെ വിടർന്ന് നിൽക്കും. കാണുമ്പോൾ തന്നെ ഒരു ഐശ്വര്യം. രാത്രി ഞാൻ വെള്ളമൊന്നും ഒഴിക്കത്തില്ല. ഉറങ്ങുന്നതിന് ശല്യം ചെയ്യാതെ ഞാൻ അതിനെ അങ്ങനെ നിർത്തിയേക്കും. രാവിലെ ആകുമ്പോൾ ഇവരെല്ലാവരും നല്ല ഇലയൊക്കെ നല്ല വിടർന്ന് അപ്പോൾ ഇത്രയും പുതിനയുടെ ഞാൻ ഇങ്ങനെ ചെയ്ത് വെച്ചേക്കുകയാണ്. ഇനിയിപ്പോൾ ഇത് നമുക്ക് അങ്ങനെ തന്നെ ചെയ്തെടുക്കാം. പക്ഷേ ഇതിങ്ങനെ കുറച്ച് വളർന്നതിന് ശേഷം മാത്രം ഞാൻ ഈ തണ്ട് ഫ്രിഡ്ജിൽ ഇരുന്നാൽ പോലും ഉണങ്ങത്തില്ല. നമ്മൾ ഇത് കണക്ക് പൊതിഞ്ഞ് കറക്റ്റ് ചെയ്ത് വെച്ചിരുന്നാൽ നമുക്ക് ഒരു മാസം വരെ കേടുകൂടാതിരിക്കാം. പിന്നെ പുതിനയിലെന്ന് വെച്ചാൽ നമുക്ക് ഉണക്കി എടുത്ത് വെച്ചിരുന്നാൽ നമുക്ക് മണം കിട്ടും. ചായപ്പൊടിക്കകത്ത് ഇട്ട് വെച്ചിരുന്ന പുതിനയുടെ പൊടി ഇട്ട് വെച്ചിരുന്ന ചായ ഇടുമ്പോൾ തന്നെ മണം കിട്ടും. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായല്ലോ. ഇതിനി നമ്മൾക്ക് ഇങ്ങനെ ചുരുട്ടണം. ഒട്ടും കയറാത്ത വിധത്തിൽ രണ്ട് സൈഡും ഇങ്ങനെ ചുരുട്ടി എടുക്കണം. കണ്ടില്ലേ? ഇങ്ങനെ ആക്കി വെച്ചിട്ട് നമ്മളത് ഇതേപോലൊരു കവറുണ്ടല്ലോ, സിബൊക്കെ ഉള്ള കവറും ഉണ്ട്, അല്ലാതെ പാഴ്സൽ കവറും ഉണ്ടല്ലോ, അതിനകത്തോട്ട് നമുക്ക് ഇതെടുത്ത് വയ്ക്കാം. കണ്ടില്ലേ? കവറെടുത്ത് നമ്മളിത് ഒട്ടിച്ച് അങ്ങ് ഫ്രിഡ്ജിനകത്ത് വെച്ചിരുന്ന നമുക്ക് ആവശ്യാനുസരണം പുതിന എടുക്കാൻ പറ്റും കേട്ടോ. ഓക്കെ, എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടല്ലോ. അപ്പോൾ പ്രയോജനമുള്ളൊരു വീഡിയോ ആണ്. എല്ലാവരും ഇത് ചെയ്ത് നോക്കണം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ വേറൊരു കാര്യം കൂടെ ഞാൻ പറയാം. ഇതില്ലേ, ഈ മല്ലി നമ്മൾ ഇങ്ങനെ ആക്കിയെടുത്ത് വെച്ചല്ലേ, നമ്മളിത് കളയുകയേ ചെയ്യരുത്. ഇതെന്തെന്ന് വെച്ചാൽ നമ്മൾ ചെറിയൊരു പ്ലാസ്റ്റിക് പാത്രത്തിൽ ഒരു ശകലം വെള്ളം, ഈ വേര് മുങ്ങിക്കിടക്കാൻ വേണ്ടി മാത്രം വെള്ളം ഒഴിച്ചിട്ട് ഞാൻ കാണിച്ചു തരാം. ഇത് ഞാൻ കുറേ നാളായി മേടിച്ചതാണ് കേട്ടോ. കണ്ടോ? ഇലയുണ്ടോ? നമുക്ക് ആവശ്യത്തിനൊന്ന് പിച്ചെടുക്കാൻ പറ്റുന്ന ഇല കിട്ടും. അത് നമ്മൾ എന്തുവേണമെന്ന് വെച്ചാൽ ഈ ഒരു തുള്ളി വെള്ളം അതിനകത്ത് ഒഴിച്ചേക്കുന്നത്. വെള്ളം ഒരു 3 ദിവസം ആകുമ്പോൾ ഈ വെള്ളം മാറ്റി കൊടുക്കണം. ഇപ്പോൾ ഞാൻ ഈ വെള്ളം ഒന്ന് മാറ്റിയിട്ട് നല്ല വെള്ളം ഒഴിച്ചുകൊണ്ട് വരാം. കണ്ടില്ലേ? ഇതേ കണക്ക് നമുക്ക് ഈ തൈരൊക്കെ വരുന്നതിനകത്തോട്ട് ഈ വേര് മാത്രം മുങ്ങിക്കിടക്കാവൂ. കണ്ടോ? വേര് മാത്രമേ, ഇല തട്ടരുത്. ഇല തട്ടിയാൽ വെള്ളത്തിൽ വീണ് അഴുകിപ്പോവും. അപ്പോൾ ഈ വേര് മാത്രം മുങ്ങി നിൽക്കുന്ന രീതിയിൽ നമുക്ക് ഇത് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഫ്രിഡ്ജിനകത്തോട്ടങ്ങ് വെച്ചേക്കണം. ഫ്രിഡ്ജിനകത്തോട്ട് മൂലയിലോട്ട് ഒതുക്കി അങ്ങ് വെച്ചാൽ മാത്രം മതി. അപ്പോൾ ഇല ഇങ്ങനെ കിളിച്ച് വരും. കണ്ടില്ലേ? എന്ത് രസമുണ്ടല്ലേ? എനിക്കിതൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എന്ത് രസമുണ്ട് പുതിന. അപ്പോൾ നമുക്ക് തന്നെ ഇപ്പം പിച്ചാൻ തോന്നുന്നുണ്ടല്ലേ? അപ്പോൾ ഇനി നല്ല അങ്ങ് ശരിക്കും ഇല വന്ന് നല്ല നിറഞ്ഞ് നിൽക്കും. അപ്പോഴും ഞാനൊരു വീഡിയോ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഉപകാരപ്രദമായ നമ്മളെ വീട്ടമ്മമാർ, എന്നെപ്പോലുള്ള വീട്ടമ്മമാർക്ക് ഉപകാരമുള്ളൊരു കാര്യമാണിത്. എല്ലാവരും പിന്നെ മുട്ടത്തോടൊക്കെ പൊടിച്ചത്, പിന്നെ ഉപ്പിടാതെ മുട്ട പുഴുങ്ങണം. ഉപ്പിടാതെ നമ്മൾ മുട്ട പുഴുങ്ങുമല്ലോ, അങ്ങനെ പുഴുങ്ങി ആ വെള്ളം എടുത്ത് വെച്ചിട്ട് ചെടിയിലും ഇതിനുമെല്ലാം തളിച്ചു കൊടുത്താൽ
നല്ലവണ്ണം വളരും. അതേ കണക്ക് തന്നെ പുതിന വളരാൻ ഏറ്റവും നല്ലതാണ് ഉരുളൻകിഴങ്ങ് വേവിച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് പുതിനയ്ക്ക് ഏറ്റവും നല്ലതാണ്. ഇഷ്ടം പോലെ ഇല വരും കേട്ടോ. ഇതൊക്കെ ഞാനൊന്ന് പരീക്ഷിച്ച് നോക്കിയതാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാം പ്രയോജനപ്പെട്ടു. ഇഷ്ടം പോലെ പുതിനയുണ്ട് എനിക്ക്. സൈഡിനായിട്ട് വെച്ചേക്കുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോസുമായിട്ട് അടുത്ത ദിവസം കാണാം. അതുവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. ഓക്കെ, ബൈ.